ഹലോ! അങ്ങനെ ഇന്ന് നല്ലൊരു ക്ലൈമറ്റുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബെർലിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തായ പോട്സ്ഡാമിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന്. പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ല. എന്താ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോണേ, എവിടേക്കാ പോണേ, ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോയൊരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ദേ ഈ കാണുന്നതാണ് വിൻമില്ല്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അരിയും ഗോതമ്പും എല്ലാം പൊടിച്ച് കിട്ടുന്നതാണ്. ഞങ്ങൾ ആക്ച്വലി അകത്ത് കയറി ചെന്ന് നോക്കാൻ നോക്കി, പക്ഷേ വിസിറ്റിംഗ് ടൈം കഴിഞ്ഞത് കാരണം ഒന്നും കാണാൻ പറ്റിയില്ല. നമ്മുടെ നാട്ടിലുള്ള മില്ല് പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിൻ്റെ എനർജി ഉപയോഗിച്ചിട്ടാണ് മെഷീൻസൊക്കെ അകത്ത് വർക്കാവുന്നത്. ഇതൊരു 17ാം സെഞ്ച്വറിയിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു പാലസാണ്, സൻസൗസി പാലസ്. ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അതിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് അകത്തൊന്നും കയറി കാണാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ അവിടെ പുറത്ത് നിന്ന് അതിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ അടുത്തല്ലേ? കൊടുക്കാനൊന്നുമില്ല, വേണ്ടടാ കൊച്ചു കഴിഞ്ഞ ദേഷ്യം വരും കേട്ടോ. ശ്യാമ പറഞ്ഞിടിക്കുന്നു. എനിക്കൊരു പരിചയമില്ല. പിന്നെ അത് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രോപ്പ് ടെസ്റ്റ് ആണ്. കല്ല് ഐസ് ആവോ, ഐസ് പൊട്ടോ ഇല്ലയോ അവിടെ പൊട്ടിയില്ല. അതെ, പിന്നെ ഇടണ്ട കേട്ടോ. കല്ലിന്ന് എടുത്ത് കല്ലിൽ എനിക്ക് വേണ്ടത്. ഞാൻ അങ്ങനെ വേറൊരായിട്ട് മുതൽ ആഗ്രഹിക്കാറില്ല. അടുത്ത് നമ്മൾ പോകുന്നത് പാലസിലേക്ക്. 4 സ്ഥലത്തും. അപ്പൊ അവിടേക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഞാൻ പാലസ് ഇവിടുന്ന് കാണിച്ചു കൊടുത്തു. പക്ഷെ പാലസിൽ നമ്മൾ അങ്ങോട്ട് കാണാനല്ലേ വന്നേ? എന്തിനാ ഡാർക്കിട്ടെ? എന്തിനാ ഡാർക്കിട്ടെ? സ്നോ ഒക്കെ ആയിട്ടേ. അപ്പൊ ഈ ഡാർക്ക് കളർ വരുമ്പോ അപ്പൊ ഷൂ കാണണ്ടേ? ഷൂ കാണണ്ട. ഷൂ വെള്ളം ഇവര് ഹിസ്റ്ററി മൊത്തം പഠിച്ചിട്ടേ വരുള്ളൂ തോന്നുന്നു കേട്ടോ. നമ്മള് പിന്നെയും പോസ്റ്റ്. നിങ്ങള് ഹിസ്റ്ററി പഠിച്ചേ വരുള്ളൂ. രാജാക്കന്മാര് പറഞ്ഞു കൊടുക്കണ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുക. അവിടെ ഒരു മനുഷ്യന്റെ അകത്തുള്ള ആർട്ടിടെക്ട് പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ ഫ്ലോർ പ്ലാൻ ചെയ്തത് ക്ലോവർ ലീഫിന്റെ ഷേപ്പിലാണ്. സാധാരണ തുളസിയാണല്ലോ. തുളസിയല്ല, തുളസി. തുളസി ഇത് ബാഹുബലി കണ്ടിട്ട് വേറെതല്ല. ഇത് ബാഹുബലി കണ്ടിട്ട് ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്തോളൂ. നമുക്ക് പറ്റുന്ന ഇതല്ല യൂണിവേഴ്സിറ്റി. നീ പറഞ്ഞ അതാണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞതോ? അത് ഇവിടെ എവിടെയെങ്കിലും പൂട്ടി ഇടാൻ വേണ്ടിട്ടുള്ള സംഭവമാണ്. ഇത് ഊരി പോകുന്നുണ്ട്. ഇത് എൻട്രി ഉണ്ടായിരുന്നുണ്ടാവില്ല, ഇതിൽ കൂടെ നടക്കാറുണ്ട്. ഓ, അപ്പൊ ഇത് രാജാവ് വെച്ചാണല്ല. ഞാനും വിചാരിച്ചത് അടുത്ത പാർക്കിലേക്കാണോ? എക്സ്ക്യൂസ് മീ,
ഇതെന്താ ഇത് ഡച്ച് ക്വാർട്ടേഴ്സാ? ഈ സ്ട്രീറ്റിന്റെ പേരെന്താ? ഡച്ച് ക്വാർട്ടേഴ്സ്. അല്ലല്ല, ഈ സ്ട്രീറ്റ് എന്തായിരുന്നു? ഓൾഡ് മാർക്കറ്റ് അല്ലേ? അല്ലല്ല, ഇത് ബ്രാൻഡൻബർഗ് സ്ട്രീറ്റ് ആണ്. ഓൾഡ് മാർക്കറ്റിലേക്ക് പോകുന്നത് ഡച്ച് സ്റ്റൈലില് ഉള്ളത്. അത് നോക്കി ഓ, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്കാം. ഇത് അങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് നോക്കാൻ പറ്റാത്തവർ. അങ്ങോട്ട് നടന്നിട്ട് ഇത് ചർച്ചാണ് ഇത്. ഇവരും ഒന്നും ഇറക്കണ്ടാവില്ല ഇതിനകത്ത് മീൻ. ഇവിടെ ഈ തോടുകൾ പിന്നെ ഞങ്ങൾ ലേക്ക് ഫ്രീസ് ആയിട്ടുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നോക്കിയപ്പോൾ ഫ്രീസ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ശരി, ഒരു ബോട്ട് യാത്ര ആകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി ഇക്കരെ നിന്ന് അക്കരത്തേക്ക് പോയി. അങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു സിനിമാ നടൻ്റെ വീട് കണ്ടത്. അതുകൊണ്ട് ആ കാണുന്നതാണ് ഹോളിവുഡ് സ്റ്റാറായ ബ്രാഡ് പിറ്റിൻ്റെ വീട്. ഞങ്ങൾ വെറുതെ ഒന്ന് സൂം ചെയ്ത് നോക്കി അതിനകത്ത് ആളുണ്ടോ എന്ന്. പക്ഷെ ആരും കണ്ടില്ല. ഐസ് എനിക്ക് തോന്നുന്നു ഇവിടേക്ക് ഓൾറെഡി മെൽട്ടായിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഡിഫറൻസ് കാണുന്നുണ്ട്. ലേക്ക് ഫുള്ളായിട്ട് ഐസ് ആയിട്ടില്ലെങ്കിലും അതിൻ്റെ ഓരോരോ ഏരിയയിൽ കുറച്ചൊക്കെ ഐസ് ഉണ്ടായിരുന്നു. അതായത് ഈ ബോട്ട് പോയിക്കൊണ്ടിരുന്ന ഏരിയയിലൊക്കെ ഐസ് മാറി നല്ല വെള്ളമായിരുന്നു. പക്ഷേ പോകാത്ത ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഐസ് കട്ടകൾ ഉണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി നമ്മൾ ഐസിലിട്ട് വെക്കില്ലേ, കൊന്നിട്ട് തൽക്കാലം ഇതിനകത്ത് തന്നെ ഇട്ടേച്ചാൽ മതി. ഇതൊക്കെ എന്ത് ഫോണല്ല ഞാൻ പറഞ്ഞേ, മീനെ ഫ്രീസറിൽ ഇട്ട് വെക്കുന്നതിന് പകരം ഇതിനകത്ത് തന്നെ ഇട്ടേച്ചാൽ. പക്ഷെ എന്താ പ്രശ്നം? ആ ഇതിന് മുകളിൽ വെക്കണ കാര്യമില്ല, താഴത്തേക്ക് ഇട്ട് വെച്ചിരിക്കും വെള്ളത്തിൽ. ആ എന്തുണ്ടാവും? എന്തുണ്ടാവും? എന്തുകൊണ്ടാ വെള്ളത്തിൽ കിടക്കുന്നത്? അല്ലല്ലോ താഴെ, പക്ഷെ ഇതായിരിക്കില്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് ഐസായി ഫ്രോസൺ ആയി, വെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഫ്രോസൺ ആക്കിയാൽ മാത്രമാണ് മീൻ ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പൊ താഴത്തോട്ട് ഐസ് ഇല്ല. താഴത്തേക്ക് ഐസ് ഉണ്ടാവണമെങ്കിൽ അതിനോട് അതിതല്ല, എനിക്ക് കാറ്റ് കൊണ്ടുകൊണ്ട് കാണണം. കാശല്ല, തുറന്ന ബോട്ടിൽ സഞ്ചരിക്കണം. സൂക്ഷിച്ചെടുക്കേ, കൈമുറിയല്ലേ. യശോദേ, ഓനിക്കനെ സഹായം വേണോ? കൈമുറിയണ്ട കേട്ടോ. അല്ല, ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവും. ഇവിടെ അടുത്തുണ്ടോ? വീട്ടിൽ കൊണ്ടുപോയിക്കോ, മീനിട്ടേക്കോ. ഐസ് നല്ല അയ്യോ, ഓ ശരിയാ. അവരെല്ലാം വാച്ചില് 3 മണി. അത് നോക്കണ്ട, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാത്തോണ്ട് സമയം തെറ്റിപ്പോയി. ഹലോ, ഓട്ടോമാറ്റിക് വാച്ചല്ലേ? 3 മണി. സമയം 7 മണി. അങ്ങനെ ഞങ്ങളൊരു യമനീഷ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മന്തിയൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോയി എല്ലാവരും. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ. നിങ്ങൾക്ക് കറി മാത്രമേ ഉള്ളൂ. ഇനി എപ്പോ വരാനാ?
എടുത്താ കഴിച്ചോട്ടെ. ആ ഇവിടുന്ന് കഴിക്കുമ്പോൾ കത്തണം